ഒരു ഗീതകം ഇവിടെ. പെണ്ണിന്റെ വഴികളിൽ എങ്ങും ചതിക്കുഴികളാണ്. ഒരല്പം ശ്രദ്ധ പാളിയാൽ, വിവേകം നഷ്ടപ്പെട്ടാൽ തീർന്നു അവളുടെ ജീവിതം. ജീവിതം സാക്ഷിയുടെ പുതിയ റെയ്ഡിൽ നമ്മൾ കാണാൻ പോകുന്നത് ചതിയുടെ കഥയാണ്. ജ്യോതി എന്ന 32 വയസ്സുകാരി അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ കഥ. ജീവിതം സാക്ഷിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പാനൽ അംഗങ്ങളെ പരിചയപ്പെടാം. ശ്രീമതി ആർ സുപ്രഭ, റിട്ടയർഡ് ഡിസ്ട്രിക്ട് ജഡ്ജ്, കേരള ജുഡീഷ്യറി. അഡ്വക്കേറ്റ് സുരേഷ് BS, ഹൈക്കോടതി അഭിഭാഷകൻ. ശ്രീ VNP കൈമൾ, സാമൂഹ്യ പ്രവർത്തകൻ. തീർത്തും വ്യത്യസ്തമായ കഥകളാണ് നമ്മൾ ജീവിതം സാക്ഷിയിലൂടെ കേൾക്കുന്നതും കാണുന്നതും. ഇന്ന് നമുക്ക് ജ്യോതിയുടെ കഥ കേൾക്കാം. ഇത് ജ്യോതിമോളുടെ വീടാണ്. ആലപ്പുഴ മാരാരിക്കുളം വടക്ക് പാവനാട്ട് നീലാംബരൻ്റെയും വിജയമ്മയുടെയും മകൾ. ഈ കൊച്ചു വീട്ടിലാണ് അവളുടെ ജീവിതം തളിർത്തതും സ്വപ്നങ്ങൾ പൂവിട്ടതും. ദാരിദ്ര്യവും കഷ്ടപ്പാടുമായിരുന്നു സമ്പാദ്യമെങ്കിലും നീലാംബരൻ മകളെ തന്നാലാവോളം പഠിപ്പിച്ചു. അച്ചടക്കവും അനുസരണയും ശീലിച്ചാണ് ജ്യോതിമോൾ വളർന്നത്. അവളുടെ കിനാവുകൾക്ക് വർണ്ണപ്പൊലിമയില്ലായിരുന്നു. അവളുടെ മോഹങ്ങൾക്ക് ചിറകുകളില്ലായിരുന്നു. ആ പെൺകുട്ടിയെക്കുറിച്ച് വീട്ടുകാർക്കും നാട്ടുകാർക്കും നല്ലതു മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. നല്ല മാർക്കോടെ ജ്യോതിമോൾ BCom പാസ്സായി. തുടർന്ന് എറണാകുളത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിയും ലഭിച്ചു. അവിടെ വെച്ചാണ് ജ്യോതിമോൾ അയാളെ പരിചയപ്പെടുന്നത്, ജയപ്രകാശ്. പിന്നെ ജ്യോതിമോളുടെ ജീവിതം ചരടുപൊട്ടിയ പട്ടം പോലെയായി. 8 വർഷത്തെ ദുരന്തപൂർണമായ ജീവിതം ജ്യോതിമോളുടെ വാക്കുകളിലൂടെ നമുക്ക് കേൾക്കാം. ജ്യോതി എന്നല്ലേ പേര്? എവിടെന്നാ വരുന്നേ? ഞാൻ മാരാരിക്കുളം, ആലപ്പുഴ ജില്ല. ആരെ കൊണ്ട് വീട്ടിൽ? ഇപ്പോൾ ഞാനും അമ്മയും എൻ്റെ കുഞ്ഞുങ്ങളും. എത്ര കുഞ്ഞുങ്ങളെ? 2 പേര്. എത്ര വയസ്സ്? 7 വയസ്സ്, ഒരാൾക്ക് 4 മാസം. 4 മാസം? ഓ, തീരെ പൊടിക്കുഞ്ഞാണല്ലേ. അത് ശരി. എത്ര വരെയും പഠിച്ചിട്ടുണ്ട് ജ്യോതി? ഞാൻ ഡിഗ്രി കഴിഞ്ഞു, BCom കഴിഞ്ഞാണ്. ജോലി ചെയ്യുന്നുണ്ടോ? ഇപ്പോഴില്ല, നേരത്തെ ചെയ്തിരുന്നു. കല്യാണത്തിന് ശേഷം കുറച്ച് നാൾ. അതെന്താ വേണ്ടെന്ന് വെക്കാൻ കാരണം? ഭർത്താവ് ഒന്നിനും സമ്മതിക്കത്തില്ല. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഇപ്പോൾ 8 വർഷം. 8 വർഷമായി. എവിടെയായിരുന്നു താമസിച്ചത് കല്യാണം കഴിഞ്ഞിട്ട്? കല്യാണം കഴിഞ്ഞ് ഒത്തിരി അടുത്ത് താമസിച്ചു. അന്നേരം കല്യാണത്തിന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ താമസിക്കാമെന്നുള്ളൊരു രീതിയായിരുന്നു. നിങ്ങളുടെ വീട്ടിൽ തന്നെ? എൻ്റെ വീട്ടിൽ തന്നെ. അപ്പോൾ എന്താ വെച്ചാൽ പുള്ളിയുടെ വേറെ ബേർഡ്സ് ഒന്നും അറിയത്തില്ലായിരുന്നു നല്ലോണം. എവിടെയാ ജോലി ചെയ്യുന്നത് പുള്ളി? കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് എറണാകുളത്ത് കടവന്ത്രയിൽ. ഒരുമിച്ചായിരുന്നു ജോലി ചെയ്തത്? ഒരുമിച്ചായിരുന്നു നമ്മൾ കണ്ടുമുട്ടുന്ന സമയത്ത്. അതിനുശേഷം എവിടെ വെച്ചാണ് കണ്ടുമുട്ടുന്നത്? എറണാകുളത്ത് വെച്ച് തന്നെ. ഞാനൊരു കൊറിയറിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഡ്രൈവറായിട്ട് വന്നതാണ്. അവിടെ എന്തായിരുന്നു ജോലി ജ്യോതിക്ക്? ഞാൻ പിന്നെ ബില്ലിങ്, അക്കൗണ്ടന്റ് ആ സെക്ഷനായിരുന്നു. മറ്റേ ആള് ഡ്രൈവർ. അങ്ങനെ വന്ന് നമ്മൾ പാവപ്പെട്ട വീട്ടില്ല. പിന്നെന്ന് വെച്ചാൽ ഞാൻ അവിടെ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ആരുമായിട്ട് ഒരു പ്രശ്നത്തിന് നമ്മളില്ലായിരുന്നു. അങ്ങനെ അവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഞാനൊരു പാവമാണ്, എന്തെങ്കിലും മിണ്ടിയ കരഞ്ഞു പോവും, അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത്. അപ്പോൾ ആദ്യം തന്നെ ഈ പുള്ളിയായിട്ട് ഒരു ചെറിയ നീരസം ഉണ്ടായതുകൊണ്ടാണ് അതെല്ലാവരും പുള്ളിക്ക് ഒരു ക്ലാസ് കൊടുത്തു. അങ്ങനെ ഒരു ക്ലാസ്സിൻ്റെ ബേസിൽ അങ്ങേര്
കൂട്ടുകാരനോട് പറഞ്ഞു എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരനാണ് എന്നോട് പറഞ്ഞത്. അതുവരെയും ജ്യോതിക്ക് പ്രേമമൊന്നുമില്ല? ഇല്ല, അങ്ങനെ ഒത്തിരി പ്രേമിച്ചൊന്നും നടന്നില്ല. 6 മാസം 6 മാസത്തിനുള്ളിൽ വിവാഹം കഴിഞ്ഞു. അതിനിടയ്ക്കുള്ള പ്രേമം ഉണ്ടായുള്ളൂ. പിന്നെ എന്ത് സംഭവിച്ചു? പിന്നെ അതരെ വീട്ടിൽ വന്ന് കല്യാണം ആലോചിച്ചോ? വീട്ടിൽ വന്ന് ചോദിച്ചു. വീട്ടിൽ വന്ന് അച്ഛനോട് കൂട്ടുകാരനോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിൽ അന്വേഷിക്കണ്ട, എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, വീട്ടിൽ അമ്മയും അച്ഛനും ഉണ്ട്, അവരോട് പറയാൻ പറഞ്ഞു. അങ്ങനെ അവിടെ വന്ന് അന്വേഷിച്ചു. അവിടെ വീട് അന്വേഷിച്ചു വന്ന് വീട്ടിൽ ചോദിച്ചു. അപ്പോൾ ചോദിച്ചപ്പോഴത്തേന് 2 കൂട്ടുകാരുമായിട്ടാണ് വന്ന് ചോദിച്ചത്. ഒരു വല്യച്ഛൻ്റെ മോനെന്നും പറഞ്ഞുകൊണ്ട് മുരളിച്ചേട്ടനെ എനിക്ക് നേരത്തെ അറിയാം. അപ്പോൾ മുരളിച്ചേട്ടനുമായിട്ട് വന്നു. മുരളിച്ചേട്ടൻ എന്ന് പറയുന്നത് ആരുടെ വല്യച്ഛൻ്റെ മോനാ? പുള്ളിയുടെ വല്യച്ഛൻ്റെ മോനെന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ പരിചയപ്പെടുത്തി. പക്ഷെ അന്ന് എനിക്ക് അറിയില്ലായിരുന്നു വല്യച്ഛൻ്റെ മോനൊന്നും അല്ലാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെയാണോ? പക്ഷെ ആയിരുന്നില്ല. അവിടത്തെ ഓഫീസിലെ വെച്ച് പുള്ളി ട്രിവാൻഡ്രം ഓഫീസിലെ ആയിരുന്നു. അപ്പോൾ ആ ഒരു ബേസിൽ അപ്പോൾ ട്രിവാൻഡ്രം പുള്ളിയുടെ നാടും ട്രിവാൻഡ്രമാണ്. അപ്പോൾ നെയ്യാറ്റിൻകര വീട്ടിൽ ആരുമില്ല? അയാളുടെ വീട്ടിലാരും ആരെയും കൊണ്ടുവന്നില്ല. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് അച്ഛൻ 12ാമത്തെ വയസ്സിലും അമ്മ 18ാമത്തെ വയസ്സിലും മരിച്ചു. പിന്നുള്ളത് 2 ചേച്ചിമാരാണ്. അവരുമായിട്ട് ടേംസിലല്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് വീട് വേണം. അപ്പോൾ കുറച്ച് സ്ഥലവും വീടും ഉണ്ട്. അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് അവരെ കല്യാണം കഴിപ്പിച്ചു വിട്ടു. പക്ഷെ എന്നിട്ടും കൂടി അവർക്കിപ്പോൾ ആ വീട് വേണം. അപ്പോൾ അതിൻ്റെ വഴക്കിലിരിക്കുകയാണ്. അതുകൊണ്ട് ആരുമായിട്ട് യാതൊരു എന്തുമില്ല. ഈ കല്യാണമാണെന്ന് അറിഞ്ഞാൽ കൂടി അവർ ചിലപ്പോൾ ഉടക്കി വെക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ആൾക്കാർക്ക് വീട് കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒരുക്കി നിർത്തി ഞായറാഴ്ച ഇങ്ങോട്ടേക്ക് പോരാ. അപ്പോൾ ട്രിവാൻഡ്രത്ത് വന്നിട്ട് വണ്ടിയിൽ കൊണ്ടുപോവാം, തമ്പാനൂർ അവർ വന്നാൽ മതി, അപ്പോൾ വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, എല്ലാ അറേഞ്ച്മെൻറ്റ്സും നടത്തി എന്ന് പറഞ്ഞ ആൾ ശനിയാഴ്ച വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞു കുഞ്ഞമ്മയുടെ മോനും വേറെ ആർക്കൊണ്ടൊക്കെ ആക്സിഡൻ്റ് ആയി. അപ്പോൾ ഗുരുതരമായിട്ടാണ് ആക്സിഡൻറ്റ്, അതുകൊണ്ട് ഇപ്പോഴേക്ക് അടുത്തൊന്നും നടക്കത്തില്ല. അന്നേരത്തെ ആ വിഷമം കണ്ടാലും നമ്മൾ ആരാണേലും ഓർക്കും അയ്യോ ഇത്രയും വലിയൊരു ബുദ്ധിമുട്ടായി പോയല്ലോ എന്ന്. പക്ഷേ പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് മനസ്സിലായി ഇത് അപ്പോൾ 2-3 തവണ ഇങ്ങനെ ഒഴിഞ്ഞു മാറിപ്പോയി. അപ്പോൾ ഒരിക്കലും അവർ ഗുരുവായൂർക്ക് വരണേണ്ട, അതുവഴി എൻ്റെ വീട്ടിൽ കയറും, അങ്ങനെ എന്നെ കാണാം എന്നുള്ള രീതിയിൽ പറഞ്ഞു ചേച്ചി പിന്നെ സഹോദരിമാര്. അങ്ങനെ അതിനും ഒരു എക്സ്ക്യൂസ് പറഞ്ഞു. തിരിച്ചു വന്നപ്പോഴത്തേന് അവർക്ക് നിന്നെ കാണാനായിട്ട് താല്പര്യമില്ല. ഒന്നാമത്തേത് കാസ്റ്റ് വേറെയാണ്, ഞാൻ ഈഴവ, പുള്ളി നായർ. അപ്പോൾ അങ്ങനെ കാസ്റ്റ് വേറെയാണ്, പോലെ നമ്മൾ പാവപ്പെട്ടവരാണ്, അങ്ങനെയൊക്കെയുള്ള പറഞ്ഞോ. കാസ്റ്റ് വേറെയാണെന്നൊക്കെ നിങ്ങളുടെ അച്ഛനോടൊക്കെ പറഞ്ഞോ? കാസ്റ്റ് വേറെയാന്ന് പറഞ്ഞു, നായർ കാസ്റ്റാണെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള ഓരോ സമ്മതിച്ചോ കല്യാണത്തിന്? അങ്ങനെ ഞാൻ എൻ്റെ പിടിവാശിക്ക് നടത്തിയ വിവാഹം. അച്ഛൻ അന്നും പറഞ്ഞു ഒരു ഫൗണ്ടേഷൻ ഇല്ലാണ്ട് കെട്ടിടം പണിയാൻ പറ്റില്ല മോളെ എന്ന് സത്യമായിട്ട് എൻ്റെ അച്ഛൻ പറഞ്ഞതാ. അതെന്തായാലും ഉറപ്പായി എന്ന് എനിക്ക് പലതവണ ആ ഒരു വാക്കിന് വില വന്നു. പക്ഷെ അന്ന് എനിക്കത് മനസ്സിലായില്ല എന്നല്ല, അച്ഛനോട് ഞാൻ പറഞ്ഞു. അച്ഛൻ എന്നോട് ചോദിച്ചു, ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛനും അമ്മയും മരിച്ചു പോയണ എത്രയോ മക്കൾ ജീവിച്ചിരിക്കുന്നത്, അവർക്കൊന്നും കുടുംബം വേണ്ടേന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചു. ഞാൻ അടുത്ത അമ്പലത്തിൽ വെച്ച് വിവാഹം കഴിച്ചു. കല്യാണത്തിന് പുള്ളിയുടെ ഭാഗത്തുനിന്ന് 10 താഴെ ആളുണ്ടായിരുന്നുള്ളൂ. ആരൊക്കെ ഉണ്ടായിരുന്നു? പുള്ളിയുടെ കൂട്ടുകാര്. പെണ്ണെന്ന് പറയാനായിട്ട് ഞാൻ അവിടെ തന്നെ കൊറിയറിൽ തന്നെ ജോലി ചെയ്തിരുന്ന ചേട്ടൻ്റെ ഭാര്യയും പിന്നെ 2 ചേച്ചിമാർ, ഒരു കൂട്ടുകാരി, ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അവരൊക്കെ ഫ്രണ്ട്സ്? അവർക്ക് അവരുടെ ഫ്രണ്ട്സ്, കോമൺ ഫ്രണ്ട്സ് ആണല്ലേ? 3 പേര് എൻ്റെ കോമൺ ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണ്. പിന്നെ ഒരു ചേച്ചിയെ കൊണ്ടുവന്നു. ഇത്തിരി ചേച്ചിയല്ല, ഏജ്ഡ് ആണ്. അപ്പൊ അവര് തൃപ്പൂണിത്തറ കോവിലത്ത് തമ്പുരാട്ടിയാന്നും പറഞ്ഞുകൊണ്ട് വിവാഹ ശേഷമാണ് എന്നെ പരിചയപ്പെടുത്തുന്നത്. പക്ഷെ ഞാൻ അതിനെപ്പറ്റി പുള്ളി പറയുന്നതെല്ലാം ഞാൻ അങ്ങനെ വിശ്വസിച്ചിരിക്കുകയായിരുന്നു. ഞാൻ പിന്നെ അതിനൊന്നും എതിർക്കാനോ ഒന്നും പോയിട്ടില്ല. പക്ഷേ പിന്നീട് ഞാൻ അറിഞ്ഞു അതൊരു നാടക നടിയായിരുന്നു. ഇതിന് സിനിമയിൽ വരുന്ന പോലെ അഭിനയിക്കാൻ ഒരാളെ അങ്ങനെയാണെന്ന് ഞാൻ പിന്നീട് അറിഞ്ഞു. പിന്നെ എന്താ വെച്ചാൽ അവര് നാടകത്തിന് പോയിട്ട് ട്രെയിനിൽ വെച്ച് ആരെയോ കണ്ട് അങ്ങനെയൊക്കെ മനസ്സിലായി. എന്റെ ചേച്ചിയായിട്ട് വന്ന് അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആയിരിക്കും. അല്ല, തമ്പുരാട്ടി എന്തിനാ ഈ കല്യാണത്തിന് വരുന്നത്? അത് ഇവരുമായിട്ടുള്ള അത്രയ്ക്ക് ബന്ധമുണ്ട്, എനിക്ക് നല്ല ഹൈ ലെവൽ ബന്ധമാണെന്നുള്ള കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും.
അതിന് കൊണ്ടുവന്ന്. പിന്നെന്ന് വെച്ചാൽ വിവാഹത്തിൻ്റെ അന്ന് തന്നെയാണേലും പിന്നെ എല്ലാവരോടും പറഞ്ഞിരുന്നു നേരത്തെ തന്നെ. അപ്പോൾ ഒരു 4 ദിവസത്തേക്ക് ഒരു വീട് എടുക്കുക ചെയ്ത് എറണാകുളത്തേക്ക്. അപ്പോൾ അവിടെ പിന്നെ അത് കാണാനായിട്ട് അച്ഛൻ ചെന്നപ്പോഴത്തേന് അച്ഛൻ്റെ കയ്യിൽ 10,000 രൂപയുണ്ട്. അപ്പോൾ വന്ന് ചോദിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു, എനിക്ക് ജ്യോതിയെ മാത്രം മതി, ഒരു തരി സ്വർണ്ണോ പണമോ ഒന്നും എനിക്ക് വേണ്ട, ഞാൻ അവളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ എന്നാ എന്നോട് അവിടെ ആ വീട്ടിൽ അച്ഛനോട് പറഞ്ഞു. എന്നാൽ കൂടി അച്ഛൻ്റെ കയ്യിൽ 10,000 രൂപ അച്ഛൻ പിന്നെ കൊണ്ടു ചെന്നിട്ട് വാങ്ങിച്ചില്ല. പറഞ്ഞു, അച്ഛൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഇത്ര പണമുണ്ട്, അത് നിനക്ക് തരാം, എന്തായാലും സ്വർണ്ണമൊക്കെ എടുക്കണ്ടേ, ഒരു മാലെങ്കിലും വാങ്ങിക്കണ്ടേ, പിന്നെ താലി ഇടാനായിട്ട്. അത് ഞാൻ മാല എടുത്തു വെച്ചിട്ടുണ്ട്, 1.5 പവൻ്റെ മാല ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞോ? പ്രാവശ്യം പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് പേരെന്താ? ജയപ്രകാശ് എന്നാണ് എനിക്ക് തന്നിരിക്കുന്നത്. പ്രകാശ് എന്നാണ് ഒറിജിനൽ നെയിം. പിന്നെ അമ്പലത്തിൽ വന്ന് താലി കെട്ടുന്ന സമയത്ത് മുക്കുപണ്ടം ആണ് എടുത്തിട്ട് താലി കെട്ടി തന്നത്. അതെങ്ങനെ മനസ്സിലായ? അത് എടുത്തപ്പോഴേ ശാന്തി എടുത്ത് അടുത്ത് നിന്ന് ശാന്തി എടുത്ത് പൂജിക്കാൻ എടുത്ത ഉടനെ ശാന്തി അടുത്ത് നിന്ന് ചേച്ചി, ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ചേച്ചിയോട് വിളിച്ചു പറഞ്ഞു, നീലാംബരനോട് പറഞ്ഞേക്കണം ഇത് മുക്കുപണ്ടമാണെന്ന് പറഞ്ഞു. 4ാമത്തെ ദിവസം തിരിച്ച് ഞങ്ങൾ വരുമ്പോഴത്തേന് അത് വെളുത്തു. അപ്പോഴത്തേക്ക് തിരിച്ചു വന്നപ്പോൾ ഞാനിത് പിന്നെ അറിഞ്ഞപ്പോഴത്തേന് ഞാൻ ചോദിച്ചു, പ്രകാശന് ഒരു വാക്ക് പറയാൻ പാടില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ 8 പോയിന്റ് സ്വർണ്ണം എൻ്റെ ശരീരത്താണ്. അപ്പോൾ പ്രകാശനും മാല കൊടുത്തു. അപ്പോൾ അതില്ലെങ്കിലും ഒരു താലിയിട്ട് എടുക്കലേ ഉണ്ടായിരുന്നുള്ളൂ, പ്രകാശന് ഒരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നു എന്നൊക്കെ ഞാൻ ചോദിച്ചു. പറഞ്ഞാൽ പിന്നെ വിഷമിപ്പിക്കേണ്ട, ഒന്നും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചിട്ട് പിന്നെ ഞാൻ ലാസ്റ്റ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാമെന്ന് വിചാരിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് പുള്ളി തന്നെ അത് ഊരി പിന്നെ അരൂരി കായലിലിടുക ചെയ്ത്.